പ്രളയം ഒരു ഓർമ്മ 2018 എന്ന പേരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ചിത്രശില്പ ലേലം സംഘടിപ്പിച്ചു. ഗുരുകുലം ആർട്ട് വില്ലേജിൽ നടന്ന ചിത്രശില്പ ലേലത്തിൽ കോഴിക്കോട് ജില്ലയിലെയും പരിസര പ്രദേശങ്ങളിലെയും ചിത്രകാരന്മാരാണ് കൈകോർത്തത്. 100 കണക്കിന് ചിത്രകാരന്മാരുടെ 1000 കണക്കിന് കലാസൃഷ്ടികളാണ് ചിത്രശില്പ ലേലത്തിൽ ഉണ്ടായിരുന്നത്. ലേലം കൂടാതെ ചിത്രങ്ങൾ വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഗുരുകുലം ആർട്ട് വില്ലേജ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനം ശേഖരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചിത്രകലയെ സ്നേഹിക്കുന്ന കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ചിത്ര പ്രദർശനമാണ് 2 ദിവസമായി ഗുരുകുലം ആർട്ട് വില്ലേജിൽ നടക്കുന്നത്. ഇതിൽ നിന്നും വിറ്റ് കിട്ടുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച് ഏൽപ്പിക്കുക എന്നുള്ള ദൗത്യം നിർവഹിച്ചുകൊണ്ട് 30-ലധികം ചിത്രകാരന്മാരുടെ 100ഓളം ചിത്രങ്ങൾ ഇന്ന് ഈ പ്രദർശന വേദിയിലുണ്ട്. ഞായറാഴ്ച തുടങ്ങിയ പ്രദർശനത്തിൽ ധാരാളം ചിത്രങ്ങൾ വിൽക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഒരു 25,000 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഒരു ചിത്രം ലേലമായി വിൽക്കുവാനും കൂടി തീരുമാനിച്ചിരിക്കുന്നു. I represent women of Wiki and Hello Little World Skypers. I am a teacher for Wiki educator, so I have connection with the thousands of educators all over the world. We want to sell these paintings to rebuild Kerala. The money will be raised by selling these paintings. But apart from selling the paintings, we need to pass this message on to the whole world. We have damaged the whole world, we have destroyed ecology. This lesson must be carried over. Hence, we are sending this or gifting these pictures to schools all over the world to spread the message of how we need to save ecology. Hello Little World Skypers, women of Wiki will all be doing through e-learners hubs all over Kerala. സ്ത്രീകളുടെ കൂട്ടായ്മയായ വിങ്സിലെ അംഗങ്ങളാണ് സ്കൈപ്പ് വഴി ചിത്രങ്ങൾ വിദേശ രാജ്യങ്ങളിൽ വിൽക്കുക. അനന്ത സാധ്യതയാണ് ഇതിൽ ഞാൻ കണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഇന്നലെ സ്കൈപ്പുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇന്നലെ സംസാരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ജോലി ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് സാധ്യമാക്കാൻ പറ്റുന്നുള്ളതാണ്. ഒരു ഉദാഹരണമായിട്ട് ഞങ്ങൾ ഇന്നലെ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശത്തുള്ള കുറേ മലയാളി കുട്ടികൾ, അവർക്ക് മലയാളം അറിയില്ല, അവർക്ക് മലയാളം ശരിക്കും അറിയില്ല, ഫ്ലുവൻ്റ് അല്ല. നമ്മുടെ ഇവിടെയുള്ള എല്ലാവർക്കും മലയാളം അറിയാമല്ലോ. അപ്പോൾ അവിടെയുള്ള മലയാളികൾക്ക് ഞങ്ങൾ മലയാളം സംസാരിക്കുക 1 മണിക്കൂർ അവരെ ഫ്ലുവൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മലയാളം സംസാരിക്കും. അപ്പോൾ ഈ കുട്ടികൾക്ക് സംസാരിക്കാൻ അവരുടെ വീട്ടിൽ സമയമല്ല, അത് ഞങ്ങൾ സ്കൈപ്പിലൂടെ സംസാരിച്ചു. അപ്പോൾ അവരെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അതും അവരൊരു അവരൊരു ഡൊണേഷൻ ക്യാഷായിട്ട് അത് നമ്മുടെ സ്ത്രീകൾക്ക് കൊടുക്കും, അക്കൗണ്ടിലേക്ക് കൊടുക്കും. അപ്പോൾ ഏതൊരു സ്ത്രീക്കും ഏതൊരാൾക്കും ഇതിലൂടെ ജോലിക്ക് വളരെ ഈസിയാണ് എന്നുള്ളത് എനിക്ക് ഇന്നലെ മനസ്സിലായി.